ഞാനായിട്ട് വലിയ ടച്ചില്ലായിരുന്നു. നമ്മൾ വേറെ വേറെ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. പക്ഷെ ഇടയ്ക്ക് അന്ന് സാൻസാറുള്ള സമയത്ത് ഒരു മീറ്റിംഗ് വെച്ചപ്പോഴും സാറ് അങ്ങനെ വണ്ടറായി പോയിട്ടുണ്ട്. എന്താണെന്ന് ആവശ്യത്തെ പറഞ്ഞ പോലെ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നുണ്ട് സാറ്. പക്ഷെ പിന്നെ സാറായിട്ട് ഭയങ്കര ക്ലോസ് ആയി, ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടാണ് ഞാൻ സാറോട് പെരുമാറുള്ളത്. സാറെന്നുള്ള ലെവലിൽ ഇങ്ങനെയൊക്കെ ഞാൻ സാറിനോട് എടുക്കല്ലോ, അല്ലെങ്കിൽ നിങ്ങളെന്നൊക്കെ തന്നെ. എന്തായാലും അടിപൊളിയായിരുന്നു. താങ്ക് യു സോ മച്ച്. നെഗറ്റീവ് എനിക്ക് സാറൊക്കെ അടിച്ചിട്ടില്ല. അച്ഛനാണ് ഇഷ്ടമായി പറയാനുള്ളതിനെ കുറിച്ചിട്ട്. പിന്നെ നമ്മൾ കണക്ട് ആവാനുള്ള കാരണം ഡിസിഷൻ ഞാനും സാറും തമ്മിൽ അത് വളരെ കുറച്ച് ആൾക്കാർക്ക് അറിയാം. ചെറിയൊരു വർത്തമാനം ഉണ്ടായിരുന്നു, അത് സോൾവ് ചെയ്ത ആവശ്യമാണ് ഇടയിൽ നിന്നിട്ട് അതിന് ശേഷമാണ് നമ്മൾ നല്ലൊരു കൺസേൺ. പിന്നെ എപ്പോൾ കണ്ടാലും നമ്മൾ വേറെ ഓഫീസൊക്കെ മാറിപ്പോയി. പിന്നെ സാറാണെങ്കിലും വല്ലപ്പോഴേ കാണുമ്പോഴൊക്കെ പിന്നെ അടിപൊളിയായിരിക്കും, വേറെ ഒരു വൈകിട്ട് സാറ് പിന്നെ നൈസായിരുന്നു, ഒരു അടിപൊളി മനുഷ്യനാണ്. പിന്നെ മനസ്സിലായി ആദ്യത്തെ ഒരു ഇംപ്രഷൻ അല്ലേ. ആദ്യത്തെ ഒരു മാസം നിങ്ങൾ എല്ലാവരും കൂടി കൂടുമ്പം ഏറ്റവും കൂടുതൽ ആദ്യത്തെ മാസം നിങ്ങൾ വന്നിട്ട് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ആരെ കുറിച്ചായിരുന്നു? സാലറി കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവരും ചെലവെടുക്കും. ഞാൻ പറഞ്ഞ രണ്ടാമത്തെ ദിവസമാണ് ഈ കാര്യം പറഞ്ഞത്. ഞാൻ പറഞ്ഞു ഞാനും ചേരാം, വെറുതെ പ്രശ്നമില്ലാതെ. അങ്ങനെ ഞാനും അശ്വിനും നിതിനും കൂടെയാണ് ചർച്ച ചെയ്യുന്നത് എന്താ കൊടുക്കണ്ടേ മന്ത്യ. എന്റെ വിഷയക്കാർ വന്ന് ചില ആളുണ്ട്, സൂര്യ ബിരിയാണി, സൂരജ് കേട്ടത് മൂപ്പരെ വിളിച്ച് ഏൽപ്പിച്ച് മൂപ്പരെ ഏൽപ്പിച്ചു. എത്ര കമ്മീഷൻ വാങ്ങിയത് ഏൽപ്പിച്ചു. വന്നു ഈ ഓഫീസിലേക്ക് ഫസ്റ്റ് വരിക. അഭിഷേക് സാറിന്റെ അന്ന് വലിയ പാണ്ടക്കെട്ടായി, ഭാര്യ പുറത്താക്കിയാന്ന് അറിയില്ല, പാണ്ടക്കെട്ടായിട്ടാ വരിക. എന്നിട്ട് ആദ്യം കുബേരനെ അധികം കൊണ്ടുവച്ചു. ഓരോ മുരയിൽ നിന്നിട്ട് കുറെ മന്ത്രം കത്തിച്ചിട്ട് തുടങ്ങി. പാണ്ടക്കെട്ട് കുറച്ച് ഉണ്ടാവും, ഒരു എണ്ണ ഉണ്ടാവും, എല്ലാ സാധനവും ഉണ്ടാവും. പിന്നെ അതേപോലെ തന്നെ കുറെ മരുന്നുകൾ, അതായത് തൊണ്ടവേന മരുന്നുകൾ. രഞ്ജിത്ത് സാറ് ഓഫീസ് ഇവിടെ മാറിയതിനു ശേഷമല്ലേ സാറ് നമ്മളിത് അങ്ങനെ അന്നേരം ഒരുമിച്ചിരുന്നില്ല. അപ്പൊ എന്നോട് അർജുൻ പറഞ്ഞ് സാറ് വന്നിട്ട് ബാലുശ്ശേരി നടക്കണം, ബാലുശ്ശേരി നന്മണ്ടേന്നൊക്കെ പറഞ്ഞ് സാറ് അന്ന് ഭയങ്കര ഗൗരവമായിരുന്നു. അവിടെ വന്ന് നിൽക്കുന്നു പ്രൊഫൈൽ ഞാൻ അങ്ങനെ നോക്കുന്നു, ഭയങ്കര ഗൗരവത്തിൽ ഇങ്ങനെ ഇരിക്കും. ഞാൻ അതിന്റെ ആദ്യം പോയിട്ട് സംസാരിച്ച് സാറ് ബാലുശ്ശേരി അല്ലേ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ബാലുശ്ശേരി ശരി കഴിഞ്ഞ. പിന്നെ അടുത്ത 2 ദിവസം കഴിഞ്ഞ് കാണുമ്പോ ആ മച്ചാന്ന് പറഞ്ഞ് ശരിക്കാനായിരുന്നു. അല്ല പിന്നെ അപ്പോഴും അങ്ങനെ മച്ചാന്ന് പറഞ്ഞ് ശരിക്കില്ല. പിന്നെ വേറെ വൈബായിരുന്നു, നല്ല കമ്പനിയായിരുന്നു. ഒരുമിച്ച് വർക്ക് ചെയ്തില്ലെങ്കിലും നമ്മൾ തമ്മിൽ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ്. പിന്നെ സാറ് നമുക്ക് വീട്ടിലേക്ക് വേണ്ടിയിട്ട് കന്നടക്കാരെ ഹിന്ദിക്കാരെയൊക്കെ വിളിച്ച് എന്തൊക്കെയോ വിളിച്ച് നല്ലോണം എന്തൊക്കെയോ ഞാനിങ്ങനെ വിളിക്കാൻ പറയാം ഇടയ്ക്കിടയ്ക്ക്. നമുക്ക് അറിയില്ല ഹിന്ദി കന്നഡ സാറിന് ഏത് ഭാഷകളൊക്കെ അറിയാം. അങ്ങനെ വിളിച്ച് കുറെ എഫേർട്ടൊക്കെ എടുത്തിട്ടുണ്ട്. വീട്ടിലേക്ക് കൂട്ടിപ്പോയി വേറെ കാര്യം. പക്ഷേ സാറ് കുറെ സഹായിച്ചിട്ടുണ്ട്, ഇതുപോലെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് നമ്മളെ. സാറ് ഒരു ഹോസ്പിറ്റലിൽ കർണാടക സെറ്റാക്കി തന്നു. വിഷ്ണു ആ അഭിഷേക് സാറിനെ ലൈറ്റ് ചെറിയാണോ?